ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീട്രൂട്ടിൻ്റെ ഇല വെച്ചുള്ള ഒരു തോരനാണ്. നമ്മൾ സാധാരണ ചീര തോരൻ വെക്കുന്ന പോലെ തന്നെ വെച്ചെടുക്കാവുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഇതിന് കവർപ്പോ ഒന്നും തന്നെ തോന്നില്ല. ചീര ഇലയേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റാണ് ഇതിൻ്റെ ഇല. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഇലയൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. ഇതിനകത്ത് ഒരുപാട് ഇലയൊന്നും നമുക്ക് കളയാനൊന്നും ഉണ്ടാവില്ല. വളരെ സോഫ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം. അപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചീര ഇല അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കാം. തണ്ട് സെപ്പറേറ്റ് ഇല സെപ്പറേറ്റ് ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം രണ്ടും ഒരേപോലെ തന്നെ ഒന്നിച്ച് ഒരേ വേവുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് സവാള, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ പച്ചമുളകിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് എരിവിനനുസരിച്ച് എടുക്കുക. ഇച്ചിരി എരിവ് മുന്നിട്ട് നിൽക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ സവാള, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് ഇലയിട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ ഉപ്പിട്ട് കൊടുക്കുക. ഇത് ഒരുപാട് വേവൊന്നുമില്ല. ഒരു മിനിറ്റിൽ ആവിയിൽ നമുക്കിത് വാടിക്കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് പരിപ്പ് അല്ലെങ്കിൽ പയർ അല്ലെങ്കിൽ മുട്ട ഇതൊക്കെ ഇട്ട് ചിക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പരിപ്പാണ്. പരിപ്പ് ഉപ്പിട്ട് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുന്നേ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഈ പരിപ്പിട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു മിനിറ്റ് മതിയാവും. അപ്പോൾ 1 മിനിറ്റ് വെച്ച് കൊടുത്ത് ഒന്ന് ആവിയിൽ പരിപ്പും ഇലയെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. എത്രത്തോളം തേങ്ങ വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കുക. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ ബീട്രൂട്ട് തോരൻ. വളരെ ടേസ്റ്റുള്ള ഒരു തോരനാണ്. എപ്പോഴെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.